നമസ്കാരം. അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഏകദേശം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അഡ്മിഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ഒന്നാമതായിട്ട്, എന്താണ് അഡ്മിഷൻ, എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് അഡ്മിഷൻ നടക്കുക, അങ്ങനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം, അങ്ങനെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്ത് വരുന്ന പാർട്ട്ണറെ എന്ത് പേര് വിളിക്കും, അദ്ദേഹത്തിന് ബിസിനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള റൈറ്റ്സ് ലഭിക്കും, ആ റൈറ്റ്സ് ലഭിക്കണമെങ്കിൽ അദ്ദേഹം പുതിയ പാർട്ട്ണറായിക്കൊണ്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരണം, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ തിയറി ആയിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അഡ്മിഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ക് പുസ്തകത്തിൽ എഴുതേണ്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അതിലൊന്നാമതായിട്ട്, അഡ്മിഷൻ നടക്കുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ, പുതുതായിട്ട് ഒരാൾ കടന്നു വരുമ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിന് നഷ്ടം സംഭവിക്കും. ആ നഷ്ടത്തിൻ്റെ തോത് നമ്മൾ കണ്ടെത്തും. അതാണ് സാക്രിഫൈസ് റേഷ്യോ. അത് നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. മൂന്നാമതായിട്ട്, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പഠിച്ചത്. വളരെ വിശദമായ ഒരു ഏരിയയാണ് നമ്മൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് പാർട്ട്ണറായിക്കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിശ്ചിത തുക, ലാഭത്തിൻ്റെ വിഹിതം കിട്ടുന്നതിന് വേണ്ടി നിശ്ചിത തുക ഓൾഡ് പാർട്ട്നേഴ്സിന് പേ ചെയ്യണം. ഈ പേയ്മെൻറ്റിനെയാണ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് നമ്മൾ പഠിച്ചത്. ആ പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ പല രീതികളിലായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീമിയം ബ്രോട്ട് പ്രൈവറ്റിൽ സ്വകാര്യമായിട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം, അവിടെ നോ എൻട്രി എന്നാണ് പഠിച്ചത്. നമ്മൾ പ്രത്യേകിച്ച് എൻട്രികളൊന്നും പാസ് ചെയ്യേണ്ട. അതേപോലെ തന്നെ ക്യാഷിൻ്റെ ഫോമിൽ, ഇൻ ദി ഫോം ഓഫ് ക്യാഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോർഷൻ ഓഫ് ദി പ്രീമിയം ബ്രോട്ട്, പ്രീമിയത്തിൻ്റെ കുറച്ച് തുക മാത്രമാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ എന്ത് ചെയ്യും. അതേപോലെ കനോട്ട് ബ്രിങ് പ്രീമിയം തീരെ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം. അതേപോലെ തന്നെ പ്രീമിയം ബ്രോട്ട് ഇൻ ദി ഫോം ഓഫ് കൈൻസ് അല്ലെങ്കിൽ അസറ്റിൻ്റെ രൂപത്തിലാണ്, ക്യാഷിന് പകരം അസറ്റായിട്ടാണ് പ്രീമിയം കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റഡ് ഗുഡ്വിൽ, പഴയ ഗുഡ്വിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് പ്രീമിയമൊക്കെ കൊണ്ടുവരുന്ന സമയത്തും പഴയ ഗുഡ്വിൽ നിലവിലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഹിഡൻ ഗുഡ്വിൽ മെത്തേഡ്, ഗുഡ്വിലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രീമിയത്തെ സംബന്ധിച്ചും മറ്റൊന്നും തന്നെ ക്വസ്റ്റ്യൻ പറയാത്ത സന്ദർഭത്തിൽ എങ്ങനെ പ്രീമിയവും ഗുഡ്വിലൊക്കെ കണ്ടുപിടിക്കുമെന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും വളരെ വിശദമായ ഒരു ഏരിയയിലൂടെയാണ് ഗുഡ്വിലിൻ്റെ ഡിസ്കഷൻ അല്ലെങ്കിൽ പ്രീമിയത്തിൻ്റെ ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷമാണ് നാലാമത്തെ ഹെഡിങ് റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ അസറ്റുകളും ലയബിലിറ്റികളും പുനർമൂല്യനിർണ്ണയം നടത്തണം. അങ്ങനെ മൂല്യനിർണ്ണയം നടത്തുന്നതിന് പറയുന്ന പേരാണ് റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അങ്ങനെ റിവാലുവേഷൻ നടത്തുമ്പോൾ, അസറ്റുകളും ലയബിലിറ്റികളും റിവാലുവേഷൻ നടത്തുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നെങ്കിൽ അസറ്റിൻ്റെ എമൗണ്ട് കൂടും, അല്ലെങ്കിൽ അസറ്റിൻ്റെ എമൗണ്ട് കുറയും. അതേപോലെ തന്നെ ലയബിലിറ്റികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലയബിലിറ്റിയുടെ എമൗണ്ട് ചില സന്ദർഭങ്ങളിൽ കൂടാനും അതേപോലെ ചില സന്ദർഭങ്ങളിൽ കുറയാനും എല്ലാം സാധ്യതയുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായിട്ട് വരുന്ന കറസ്പോണ്ടിങ് എൻട്രികളെ സംബന്ധിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് റിവാലുവേഷൻ അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചത്. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട്? ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ പ്രതിപാദിച്ചത്. റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് തയ്യാറാക്കുന്നത് നമ്മൾ അസറ്റുകളും ലയബിലിറ്റികളും റിവാലുവേഷൻ നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് റിവാലുവേഷൻ അക്കൗണ്ട്. അസറ്റുകളും ലയബിലിറ്റികളും റിവാലുവേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. അതിന് ശേഷം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും അവസാന ഭാഗം അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചു. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാം, റിവാലുവേഷനും അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഒരുമിച്ചാണ് ചെയ്തത്. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സന്ദർഭത്തിൽ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കലും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതി കഴിഞ്ഞ് ബാലൻസ് ചെയ്ത് നോക്കിയാൽ അക്കൗണ്ടിൽ എക്സസ് ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യും, അക്കൗണ്ടിൽ കമ്മിയാണെങ്കിൽ ഡെഫിസിറ്റ് ആണെങ്കിൽ ബ്രോട്ട് ചെയ്യും, കൊണ്ടുവരും. അപ്പം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെയെല്ലാമാണ് നമ്മുടെ അഡ്മിഷനും എന്ന് പറയുന്ന ചാപ്റ്റർ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യനുകൾ നമ്മൾ കൃത്യമായി വർക്കൗട്ട് ചെയ്തിരുന്നു. ഇനിയും ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീടാവാം. അപ്പോൾ തൽക്കാലം ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പാഠഭാഗങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അത് നമ്മളിന്ന് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഈ 4th ചാപ്റ്റർ ആയിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ, അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇപ്പോൾ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ ഏകദേശം 10-22ഓളം ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 22 ക്വസ്റ്റ്യനുകളും പലതവണകളായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വളരെ പ്രാധാന്യത്തോടു കൂടി ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യനുകളും നിങ്ങൾ നോക്കി കാണണം. ഇതേ ക്വസ്റ്റ്യനുകളാണ് പല വർഷങ്ങളിലും ആവർത്തിച്ച് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങളിതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കണമെന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന ഭാഗങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി അത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ആൻ ഇൻകമിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണർ അല്ലെ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ദ പ്രീമിയം ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ്. പുതിയ പാർട്ട്ണർ ക്യാഷിൻ്റെ രൂപത്തിൽ പ്രീമിയം കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ. ഇത് പ്രീമിയം കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് വീതിച്ചു കൊടുക്കേണ്ടത് ഏത് അനുപാതത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണല്ലോ. പ്രീമിയത്തിൻ്റെ തുക വീതിച്ചു കൊടുക്കേണ്ടത് ഏത് അനുപാതത്തിലാണെന്നാണ് പഠിച്ചത്. സാക്രിഫൈസ് റേഷ്യോക്ക് പകരം ഉപയോഗിച്ചിട്ടാണ് വീതിക്കേണ്ടതെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ അഡ്മിഷൻ്റെ സമയത്ത് പ്രീമിയം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടത് ഏത് റേഷ്യോ പ്രകാരമാണ്? സാക്രിഫൈസ് റേഷ്യോ പ്രകാരം. ഓർമ്മ ഉണ്ടാകും, പ്രീമിയം കൊണ്ടുവരുമ്പോൾ പ്രീമിയം ടു ക്യാഷ് എന്ന് എഴുതിയതും പ്രീമിയം വീതിക്കുമ്പോൾ പ്രീമിയം ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ എൻട്രി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അവിടെ നമ്മൾ പ്രീമിയം വീതിച്ചത് സാക്രിഫൈസ് റേഷ്യോ പ്രകാരമാണ്. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ നിർവാഹമില്ലാത്ത സന്ദർഭത്തിലാണ് നമ്മൾ പഠിച്ചത് സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് റേഷ്യോക്ക് തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ചെയ്തിരുന്നു, മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ പ്രീമിയത്തിൻ്റെ തുക വീതിക്കേണ്ടത് നിയമപ്രകാരം സാക്രിഫൈസ് റേഷ്യോ പ്രകാരമാണ്. സാക്രിഫൈസ് റേഷ്യോ ഇല്ലാത്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിച്ച് ചെയ്യുക? ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഒരു എൻട്രി ഇവിടെ തന്നു പോയിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്, അതിൻ്റെ ഡെബിറ്റ് വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ നരേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് നരേഷനിൽ പറയുന്നത്? The amount of goodwill brought in by the new partner withdrawn by existing partner. The amount of goodwillൻ്റെ amount brought by the new partner, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് withdrawn by the existing partner, പുതിയ
പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള പ്രീമിയത്തിൻ്റെ തുക ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രിയാണ് മുകളിലുള്ളത്. അപ്പോൾ നരേഷനാണ് ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയത്തിൻ്റെ തുക ഓൾഡ് പാർട്ട്നേഴ്സ് പിൻവലിച്ചു എന്നാണ് നരേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിൻവലിക്കുമ്പോഴുള്ള എൻട്രി ആണല്ലോ മുകളിൽ തരാറുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പ്രീമിയത്തിൻ്റെ കേസിൽ നമ്മൾ 3 എൻട്രികൾ പഠിച്ചത്. പ്രീമിയം കൊണ്ടുവരുമ്പോൾ പ്രീമിയം ടു ക്യാഷ്, പ്രീമിയം വീതിക്കുമ്പോൾ പ്രീമിയം ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഇനി ഈ പ്രീമിയത്തിൻ്റെ തുക പിൻവലിക്കുമ്പോൾ എൻട്രി പഠിച്ചിരുന്നു. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ വിട്ടുപോയിട്ടുള്ളത് എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് എന്നാണ് ചേർക്കേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സ് ആണല്ലോ ക്യാഷ് പിൻവലിക്കുന്നത്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാലും ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, നിലവിലുള്ള ആളുകൾ, അല്ലെങ്കിൽ പഴയ ആളുകൾ. അപ്പോൾ ഇവിടെ വിട്ടുപോയിട്ടുള്ളത് ഓൾഡ് പാർട്ട്നേഴ്സ്. താഴെ അതിൻ്റെ എൻട്രി നിങ്ങൾക്ക് കാണാം. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? 2 എൻട്രികളായി. ഇനി തേർഡ്, unrecorded liabilities located on admission of a partner will be dash. Unrecorded liabilities കണക്കിൽപ്പെടാത്ത ബാധ്യതകൾ located on admission of a partner. ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കണക്കിൽപ്പെടാത്ത ബാധ്യതകളുണ്ടെങ്കിൽ വിൽ ബി ഡാഷ്, അത് എന്തു ചെയ്യണമെന്നാണ്. കണക്കിലില്ലാത്ത ബാധ്യതകളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുമെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബാധ്യത ഇതേവരെ കണക്കിൽ റെക്കോർഡ് ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണക്കിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമ്മളത് റെക്കോർഡ് ചെയ്യും, അല്ലേ? അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്നാണ് പറഞ്ഞത്. ഇതുവരെ രേഖപ്പെടുത്താത്ത ഒരു ബാധ്യത ലൊക്കേറ്റഡ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ലൊക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു. വിൽ ബി ഡാഷ്, അതെന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ കണക്കിൽ ഇതുവരെ പെടുത്താത്ത ഒരു ബാധ്യത നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കണ്ടെത്തി. ആ ബാധ്യത എന്ത് ചെയ്യും? അത് രേഖപ്പെടുത്തും. സ്വാഭാവികമല്ലേ? അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്ത് എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? ഒരു പുതിയ ബാധ്യത കൂടി രേഖപ്പെടുത്തുമ്പോൾ ബാധ്യത കൂടും. ബാധ്യതകൾ കൂടുമ്പോൾ എന്താണ് നമ്മൾ എൻട്രി പഠിച്ചത്? റിവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ലയബിലിറ്റി എന്നാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? റിവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ലയബിലിറ്റി. അപ്പോൾ എൻട്രി വരുന്നത് റിവാലുവേഷൻ ടു ലയബിലിറ്റി എന്നാണ് വരിക. ഈ എൻട്രി നിങ്ങൾ എന്താ ചെയ്യുക? പോസ്റ്റ് ചെയ്യുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ലയബിലിറ്റി എന്ന് പോസ്റ്റ് ചെയ്യും. ലയബിലിറ്റി ഇവിടെ ക്രെഡിറ്റിലാണ്. റിവാലുവേഷൻ അക്കൗണ്ടിൽ ലയബിലിറ്റി എന്ന് പോസ്റ്റ് ചെയ്യും. ലയബിലിറ്റി ക്രെഡിറ്റിലാണ്. നമ്മൾ എവിടേക്ക് പോസ്റ്റ് ചെയ്യണം? അപ്പോൾ ഡെബിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റഡ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. നിങ്ങൾക്കിവിടെ ആൻസർ കാണാം. ഇത് ടൈപ്പ് ചെയ്തത് മാറിപ്പോയതാണ്. അപ്പോൾ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാദ്യം മനസ്സിലാക്കുക. ആദ്യം സംഭവിക്കുന്നത് ഇൻക്രീസ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻട്രി നമ്മൾ പറഞ്ഞു റിവാലുവേഷൻ ടു ലയബിലിറ്റി. ഈ എൻട്രി വന്നാൽ നമ്മൾ പോസ്റ്റ് ചെയ്യും റിവാലുവേഷൻ അക്കൗണ്ടിൽ ലയബിലിറ്റി എന്ന് പോസ്റ്റ് ചെയ്യും. ലയബിലിറ്റി ഇവിടെ ക്രെഡിറ്റിലാണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റിൽ വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഡെബിറ്റഡ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. അതാണ് ഇവിടെ കാണുന്ന ആൻസർ. നിങ്ങൾക്ക് കാണാം, ഡെബിറ്റഡ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ്, 4th ക്വസ്റ്റ്യൻ. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇത് പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സാക്രിഫൈസ് റേഷ്യോ വിൽ ബി ഡാഷ്. സാക്രിഫൈസ് റേഷ്യോ എന്തിന് തുല്യമായിരിക്കും? പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സാക്രിഫൈസ് റേഷ്യോ എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറഞ്ഞല്ലോ, അഡ്മിഷൻ്റെ സമയത്ത് സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് റേഷ്യോക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഈക്വൽ ടു സാക്രിഫൈസ് റേഷ്യോ, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ഈക്വൽ ടു ഓൾഡ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് റേഷ്യോക്ക് തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, 5th ക്വസ്റ്റ്യൻ. അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ജനറൽ റിസർവ് ഷുഡ് ബി.
ജനറൽ റിസർവ് എന്ത് ചെയ്യുമെന്നാണ്. എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നു അക്കൗണ്ടുകൾ വരച്ച് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചിട്ട് ബാലൻസ് ഷീറ്റ് പോയി പരിശോധിച്ച് ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രി പറഞ്ഞു. ജനറൽ റിസർവ് ആണെങ്കിൽ ജനറൽ റിസർവ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്, ജനറൽ റിസർവ് ടു ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് ആ പഴയ റിസർവ് വീതിച്ചു കൊടുക്കണം. അപ്പോൾ ഈ നോക്കുക നിങ്ങൾ ഈ എൻട്രി നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഉണ്ടാക്കില്ലല്ലോ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാക്കുക. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ജനറൽ റിസർവ് നമ്മൾ ഇവിടെ ജനറൽ റിസർവ് ഡെബിറ്റ് ആണ്, പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആവും അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ എൻട്രി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 6th, ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ദി നോട്ട്. അഡ്മിഷന് ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് ഷോൺ ചെയ്തിട്ടുള്ളത് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് കാണുന്നത്. ഈ നോട്ട് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ലോസും ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റുമാണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അഡ്മിഷൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ഇനി പുതിയതാവാൻ പോവുകയാണ്, ആ ബിസിനസ് പുതിയതായി മാറുകയാണ്. അപ്പോൾ പഴയതാണ്, പഴയ ലോസിനെ വിളിക്കുന്ന പേരാണ് അക്യുമുലേറ്റഡ് ലോസ്. ക്ലിയറായോ? അഡ്മിഷൻ്റെ സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് സൂചിപ്പിക്കുമെന്നാണ്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ലോസ് ആയിരിക്കും. ആ ലോസ് പഴയ ലോസ് ആണല്ലോ, ഇനി ബിസിനസ് പുതിയതായി മാറുകയാണ്. പഴയ ലോസിനെ വിളിക്കുന്ന പേരാണ് അക്യുമുലേറ്റഡ് ലോസ്. നെക്സ്റ്റ്, ദി റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് അഗ്രി ടു സാക്രിഫൈ their share of profit in favor of incoming partner is dash. The ratio, ഏതോ ഒരു റേഷ്യോ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ്, പഴയ പാർട്ട്ണർമാർ സമ്മതിച്ചിട്ടുണ്ട് ടു സാക്രിഫൈസ് ത്യജിക്കാമെന്ന്, their share of profit അവരുടെ ലാഭവിഹിതം ത്യജിക്കാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇൻ ഫേവർ ഓഫ് ഇൻകമിങ് പാർട്ട്ണർ, പുതുതായിട്ട് വരുന്ന പാർട്ട്ണർക്ക് വേണ്ടി നിലവിലുള്ള പാർട്ട്ണർമാർ അവരുടെ ലാഭത്തിൻ്റെ വിഹിതം കുറച്ച് ഭാഗം വിട്ടുകൊടുക്കാമെന്നുണ്ടെങ്കിൽ ത്യജിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടാകും. ഈ റേഷ്യോയെ എന്ത് പേര് വിളിക്കും? റേഷ്യോയെ വിളിക്കുന്ന പേരാണ് സാക്രിഫൈസ് റേഷ്യോ. നമ്മൾ ഡെഫിനിഷൻ തന്നെ പഠിച്ചതാണ് സാക്രിഫൈസ് റേഷ്യോ എന്താണെന്നുള്ള. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുമ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സ് പുതിയ പാർട്ട്ണർക്ക് വേണ്ടി നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടാകും. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് സാക്രിഫൈസ് റേഷ്യോ. നെക്സ്റ്റ്, സാനു ആൻഡ് ബിനു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. സാനുവും ബിനുവും ഒരു ബിസിനസ്സിലെ പാർട്ട്ണർമാരാണ്. ലാഭം 3:1 പ്രകാരമാണ് അവർ ഷെയർ ചെയ്യുന്നത്. ദേ അഡ്മിറ്റ് ജിനു ഫോർ 3/7 ഷെയർ. ഇവർ ജിനു എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. 3/7 ലാഭമാണ് നൽകുന്നത്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. നമ്മളോട് പറയുന്നത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ജിനുവിൻ്റെ ഷെയർ തന്നിട്ടുണ്ട്. ജിനുവിൻ്റെ ഷെയർ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ജിനുവിൻ്റെ ഷെയർ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓൾഡ് റേഷ്യോയും പുതിയ പാർട്ട്ണറുടെ ഷെയറും മാത്രം തന്നാൽ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിട്ടുള്ള രീതിയാണ്
ടോട്ടൽ പ്രോഫിറ്റ് സമം 1. ടോട്ടൽ പ്രോഫിറ്റ് 1 എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മെത്തേഡ് പ്രകാരം നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക. ആൻസർ നിങ്ങൾക്ക് കിട്ടും 3:3, 3:1:3. ഞാനിത് ചെയ്യുന്നില്ല, കാരണം സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് താഴെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ താഴെ കാണാം നിങ്ങൾക്ക്. അവിടെ എത്തുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ഒരു വർക്ക് രൂപത്തിൽ ചെയ്ത് കാണിക്കുക. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കായിട്ട് ചെയ്യുക. ആൻസർ കിട്ടേണ്ടത് 3:1:3. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് താഴെ കാണാം നിങ്ങൾക്ക്. അവിടെ എത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ചെറിയ ടേബിൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ചെറിയ ടേബിൾ. ഈ ടേബിളിൽ പാർട്ട്ണർമാരുടെ പേര് തന്നിട്ടുണ്ട്. രാജനും രാധനും. ഇവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. സാക്രിഫൈസ് റേഷ്യോ ഒരാളുടേത് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂ റേഷ്യോ വേറൊരാളുടേത് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെ രാജൻ്റെ കേസ് എടുത്ത് പരിശോധിക്കുക. രാജൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം രാജൻ്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കാണേണ്ടത്? രാജൻ്റെ സാക്രിഫൈസിങ് കാണണം. ഇവിടെ താഴെ നമുക്ക് ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ. 9 രാജൻ്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രാജൻ്റെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ എത്രയാണ്? ഓൾഡ് റേഷ്യോ 3/5 12/25. സെല്ല് ഫോർമാറ്റ് ചെയ്യണം, എന്നാലേ നമുക്കത് അവിടെ വർക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോർമാറ്റ് ചെയ്തതാണ്. ഒന്നുകൂടെ എത്രയായിരുന്നു റേഷ്യോ? 3/5 12/25. 3/5 ന്യൂ റേഷ്യോ 12/25. നമ്മൾ എന്താ കാണേണ്ടത്? സാക്രിഫൈസ് റേഷ്യോ ആണല്ലോ കാണേണ്ടത്. സാക്രിഫൈസ് റേഷ്യോ സമം എന്താ പഠിച്ചത്? ഇക്വേഷൻ. സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയില്ല? ഓൾഡ് റേഷ്യോ ഓൾഡ് മൈനസ് ന്യൂ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. താഴെ ഓൾഡ് റേഷ്യോ 3/5 മൈനസ് 12/25 ചെയ്യുമ്പോൾ താഴെ നോക്കുക. 5ഉം 25ഉം 5ൻ്റെ ഗുണനമാണല്ലോ 25. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ 25 കോമൺ ആയിട്ട് എഴുതാം. മുകളിൽ എന്താ ചെയ്യുക? 3 മുകളിൽ കാണുന്നത്. അപ്പോൾ 3 ഇൻറ്റു 3ൻ്റെ താഴെയുള്ള 5നെ നമ്മൾ 25 ആക്കാൻ പോവുകയാണ്. 3ൻ്റെ താഴെയുള്ള 5നെ 25 ആക്കുന്നുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 5 25 ആവില്ല. 5 കൊണ്ട് ഗുണിച്ചാലാണല്ലോ 5 കൊണ്ട് മുകളിൽ വിളിക്കുക. അപ്പോൾ 3 ഇൻറ്റു 5 മൈനസ് 12 അതേപോലെ എഴുതി. 12 ബൈ ഓൾ ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. ഓൾ ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ 3 ഇൻറ്റു 5 15 മൈനസ് 12/25 സമം 15 12 പോയാൽ ബാക്കി 3/25. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളുടെ രാജൻ അല്ലേ, രാജൻ്റെ സാക്രിഫൈസ് റേഷ്യോ ആണ് കണ്ടുപിടിച്ചത്. 3/25 ഇവിടെ കാണാം നിങ്ങൾക്ക്. രാജൻ്റെ സാക്രിഫൈസ് റേഷ്യോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3/25 എന്ന് കിട്ടും. ഇതേപോലെ രാധൻ്റെത് എന്തെല്ലാം തന്നിട്ടുണ്ട്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, സാക്രിഫൈസ് റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾഡ് റേഷ്യോ 2/5 2/25. ഓൾഡ് റേഷ്യോ 2/5
ന്യൂ റേഷ്യോ 2/25. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് സാക്രിഫൈസ് റേഷ്യോ ആണല്ലോ തന്നിട്ടുള്ളത്. സാക്രിഫൈസ് റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മളിവിടെ കാണേണ്ടത് ന്യൂ റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ കാണാൻ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ തന്നെ എഴുതി നോക്കുക. സാക്രിഫൈസ് റേഷ്യോ സമം ഓൾഡ് മൈനസ് ന്യൂ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ ന്യൂ റേഷ്യോനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സമത്തിൻ്റെ പുറത്ത് വരുമ്പോൾ മൈനസ് ന്യൂ റേഷ്യോ പ്ലസ് ന്യൂ റേഷ്യോ ആകും. ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട രീതിയിൽ റീഅറേഞ്ച് ചെയ്യാണ്. ന്യൂ റേഷ്യോ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ന്യൂ റേഷ്യോനെ ഇങ്ങോട്ട് സമത്തിൻ്റെ പുറത്ത് വരും. അപ്പോൾ മൈനസ് ന്യൂ റേഷ്യോ പ്ലസ് ന്യൂ റേഷ്യോ ആകും. ഇവിടെ ഓൾറെഡി ഉള്ളത് ഓൾഡ് റേഷ്യോ ഉണ്ട്. മൈനസ് ഈ സാക്രിഫൈസ് റേഷ്യോ ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് സാക്രിഫൈസ് റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ് റേഷ്യോ. ഇനി ഓൾഡ് റേഷ്യോ 2/5 മൈനസ് 2/25. 2/5 മൈനസ് 2/25 ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് 25 നമ്മൾ എഴുതും. അപ്പോൾ 2 ഇൻറ്റു 5നെ നമ്മൾ 25 ആക്കുന്നുണ്ട്. 5 25 ആവില്ല. 5 കൊണ്ട് ഗുണിച്ചാലാണല്ലോ. 5 കൊണ്ട് മുകളിൽ ഗുണിക്കുക. മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 25. 2 ഇൻറ്റു 5 10 മൈനസ് 2/25 സമം സെല്ല് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 10 മൈനസ് 2/25 സമം 10 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 8/25. 8/25 എന്നാണ് ആൻസർ കിട്ടുക. ഇവിടെ നോക്കാം. 8/25. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ താഴെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? 9ൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. 3/25 8/25. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ മാച്ച് ദി അബോവ് എന്നാണ്. ഈ ടേബിൾ മാച്ച് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കുക, 2 സൈഡുകൾ. ഗുഡ്വിൽ ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി. ഗുഡ്വിൽ പ്രൈവറ്റ് ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മളെന്താ പഠിച്ചത്? നോ എൻട്രി എന്നല്ല പഠിച്ചത്. ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീമിയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. പ്രൈവറ്റ് ആണെങ്കിൽ നോ എൻട്രി എന്നാണ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ 1ാമത്തേന് സ്യൂട്ടായിട്ടുള്ളത് നോ എൻട്രി ഇവിടെ കാണാം. 1 നോ എൻട്രി. 2 ന്യൂ പാർട്ട്ണർ ഈസ് നോട്ട് ഏബിൾ ടു ബ്രിങ് ഗുഡ്വിൽ. പുതിയ പാർട്ട്ണർ പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. ആ പൈസ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കണമെന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അത് എടുത്തിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പോൾ ന്യൂ പാർട്ട്ണറുടെ അക്കൗണ്ടിൽ നിന്നാണ് എടുക്കേണ്ടത്. ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. ഇതാണ് 2ാമത്തേതിന് സ്യൂട്ട്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. 3rd goodwill brought by new partner is transferred to capital account of existing partner. goodwill brought by new partner കൊണ്ടുവന്ന goodwill transferred to capital account of existing partner. നിലവിലുള്ള പാർട്ട്ണർമാർക്ക് ഗുഡ്വില്ലിൻ്റെ തുക വീതിച്ചു കൊടുക്കുമ്പോൾ എന്താ നമ്മൾ പഠിച്ച പ്രീമിയം അക്കൗണ്ട് ലെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്നല്ലേ? ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ട് ലെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലാസ്റ്റ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട് ഓഫ് റിട്ടേൺ ഓഫർ. ഓൾറെഡി എക്സിസ്റ്റഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓൾഡ് പാർട്ട്നേഴ്സിന് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. അതെല്ലാം നമ്മൾ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ പ്രീമിയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വിശദമായി പഠിച്ച സന്ദർഭങ്ങളാണ്. മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ് ഇവിടെ പറയുന്നത്.
എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. എയും ബിയും ലാഭനഷ്ടങ്ങളും 3:2 അനുപാതത്തിലാണ് വീതിക്കുന്നത്. എസ് ക്യാപിറ്റൽ 30,000, ബിസ് ക്യാപിറ്റൽ 15,000. എൻ്റെ ക്യാപിറ്റൽ 30,000, ബിയുടെ ക്യാപിറ്റൽ 15,000 ആണ്. ദേ അഡ്മിറ്റ് സി ആൻഡ് എഗ്രീഡ് ടു ഗീവ് 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ് ടു ഹിം. ഇവർ സീനെ അഡ്മിറ്റ് ചെയ്ത് സിക്ക് ലാഭത്തിൻ്റെ 1/5 നൽകാമെന്ന് തീരുമാനിച്ചു. ഹൗ മച്ച് സി ഷുഡ് ബ്രിങ് ടുവേർഡ്സ് ഹിസ് ക്യാപിറ്റൽ. സി ക്യാപിറ്റലായിട്ട് എത്ര തുക കൊണ്ടുവരണമെന്നാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്യാപിറ്റലായിട്ട് എത്ര തുക കൊണ്ടുവരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തെല്ലാം തന്നിട്ടുണ്ട്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, എൻ്റെയും ബിൻ്റെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, സിൻ്റെ ഷെയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്ന്, നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കിട്ടിയാൽ മതി. ടോട്ടൽ ക്യാപിറ്റൽ ഫോർ ന്യൂ ബിസിനസ് കിട്ടിയാൽ അതിനെ 1/5 കൊണ്ട് ഗുണിച്ചാൽ സി കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ എന്താ ചെയ്യാൻ നോക്കുക? നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിനെ 1 എടുക്കാം. 3 പേരുടെയും ടോട്ടൽ പ്രോഫിറ്റ് 1 നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ബാലൻസ് പ്രോഫിറ്റ് ഓഫ് എ ആൻഡ് ബി. ടോട്ടൽ പ്രോഫിറ്റ് 1 ബാലൻസ് പ്രോഫിറ്റ് എക്കും ബിക്കുള്ള പ്രോഫിറ്റ് എത്രയാണ്? 1 സിയുടെ ഷെയർ ആയിട്ടുള്ള 1/5 കുറയ്ക്കുക. അങ്ങനെ കുറച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. 5 × 1 5 മൈനസ് 1/5. 5 1 പോയാൽ 4/5. അപ്പോൾ എക്കും ബിക്കും കൂടിയുള്ള ബാലൻസ് പ്രോഫിറ്റാണ് 4/5. ഇനി എൻ്റെയും ബിയുടെയും ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി 30ഉം 15ഉം, ടോട്ടൽ 45. ഇപ്പം എന്തൊക്കെ കിട്ടി? എൻ്റെയും ബിൻ്റെയും ടോട്ടൽ ക്യാപിറ്റൽ കിട്ടി, എൻ്റെയും ബിയുടെയും ടോട്ടൽ ഷെയറും കിട്ടി. ക്ലിയർ ആയല്ലോ? നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ന്യൂ ഫേം, പുതിയ ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റൽ എത്രയാണ്? എൻ്റെയും ബിൻ്റെയും ടോട്ടൽ ക്യാപിറ്റൽ അറിയാം, എൻ്റെയും ബിയുടെയും ടോട്ടൽ ഷെയറും അറിയാം. എന്ത് ചെയ്യേണ്ടത്? എൻ്റെയും ബിയുടെയും ക്യാപിറ്റലിനെ എൻ്റെയും ബിയുടെയും ഷെയർ കൊണ്ട് തിരിച്ചു ഗുണിക്കുക. അപ്പോൾ 45,000-നെ 4/5 4/5 കൊണ്ട് തിരിച്ചു ഗുണിക്കുമ്പോൾ 5/4 ഗുണിച്ച് കഴിഞ്ഞാൽ 56,250 56,250 എന്ന് കിട്ടും. ഇൻറ്റു സിയുടെ ഷെയർ 1/5 മൾട്ടിപ്ലൈ ചെയ്താൽ 11,250. അപ്പോൾ ഇവിടെ കാണാൻ ആൻസർ 11,250. ഇവിടെ സി കൊണ്ടുവരേണ്ട ക്യാപിറ്റലാണ് 11,250. ഇതെന്താ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഹിഡൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹിഡൻ മെത്തേഡിലൂടെയാണ് ഇപ്പോൾ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ടോട്ടൽ പ്രോഫിറ്റ് 1 എടുത്തു, ആ 1 സിൻ്റെ ഷെയർ കൊടുത്തപ്പോൾ എൻ്റെയും ബിയുടെയും ടോട്ടൽ ഷെയർ കിട്ടി. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എയും ബിയും തന്നിട്ടുണ്ട്, രണ്ടും കൂടി കൂട്ടി. എയുടെയും ബിയുടെയും ടോട്ടൽ ക്യാപിറ്റൽ എയുടെയും ബിയുടെ ഷെയർ കൊണ്ട് തിരിച്ചു ഗുണിച്ചപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം കിട്ടി. അതിനെ ടോട്ടൽ 3 പേരും കൂടി ഇറക്കേണ്ട ക്യാപിറ്റലാണിത്. സിൻ്റെ ഷെയർ കൊണ്ട് ഗുണിച്ചപ്പോൾ സി കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ കിട്ടി 11,250. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ ഈസ് ഷെയർഡ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ദി ഡാഷ് റേഷ്യോ. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്താലുണ്ടാകുന്ന ലാഭമാവട്ടെ നഷ്ടമാവട്ടെ, നിങ്ങൾക്ക് കണ്ടിട്ടില്ല. റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്താൽ ഒന്നെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടും, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ കിട്ടും. ബാലൻസ് കിട്ടി അതിന് നേരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എഴുതിയിട്ട് പാർട്ട്നേഴ്സിൻ്റെ പേര് താഴെ കൊടുത്തുകൊണ്ട് നമ്മൾ വീതിച്ചു കൊടുക്കാറുണ്ടല്ലോ. അത് വീതിച്ചു കൊടുക്കാറുള്ളത് ഏത് റേഷ്യോ പ്രകാരമാണ്? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് വീതിച്ചു കൊടുക്കുക. ഓൾഡ് പാർട്ട്നേഴ്സിനെല്ലാം തന്നെ വീതിച്ചു കൊടുക്കൽ ഓൾഡ് റേഷ്യോ പ്രകാരമല്ലേ? ഓൾഡ് റേഷ്യോ, ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. നെക്സ്റ്റ്, അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ദ റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു. പഴയ പ്രോഫിറ്റും അതേപോലെ തന്നെ പഴയ റിസർവൊക്കെ അഡ്മിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുമെന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. ജനറൽ റിസർവിൻ്റെ കാര്യം, ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ പഴയ ലാഭവും പഴയ റിസർവൊക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ്, 14ാമത്തേത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ റിവാലുവേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഡാഷ്.
സെയിം ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരു രൂപത്തിൽ ചോദിച്ചതാണ്. റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഏത് റേഷ്യോ പ്രകാരം ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഏത് റേഷ്യോ പ്രകാരമാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഓൾഡ് റേഷ്യോ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ്, the amount of goodwill brought by new partner is shared among the old partners in ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഏത് അനുപാത പ്രകാരമാണ് വീതിക്കുക? സാക്രിഫൈസ് റേഷ്യോ. മുകളിൽ പ്രതിപാദിച്ചതാണല്ലോ, ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. പ്രീമിയം വീതിക്കേണ്ട സാക്രിഫൈസ് റേഷ്യോ പ്രകാരം. നെക്സ്റ്റ് 16, ദി ഗുഡ്വിൽ ബ്രോട്ട് ഇൻ കൈൻഡ് ഓർ അസറ്റ്. അസറ്റിന്റെ രൂപത്തിൽ ഗുഡ്വിൽ കൊണ്ടുവന്നാൽ ബൈ ദി ന്യൂ പാർട്ട്ണർ ഈസ് ട്രാൻസ്ഫേർഡ് ടു, പുതിയ പാർട്ട്ണർ ക്യാഷിന് പകരം അസറ്റിന്റെ രൂപത്തിലാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നതെങ്കിൽ ന്യൂ പാർട്ട്ണർ ട്രാൻസ്ഫേർഡ് ടു, ന്യൂ പാർട്ട്ണർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആർക്ക് കൊടുക്കല്ലത്? കൊണ്ടുവരുന്ന പ്രീമിയം ആർക്കാണോ സാക്രിഫൈസിങ് വന്നിട്ടുള്ളത് ആ പാർട്ട്ണർക്കാണ് കൊടുക്കേണ്ടത്. ആർക്ക് നഷ്ടം വന്ന ആൾക്ക് ഈ ലാഭവിഹിതം കിട്ടുന്ന ന്യൂ പാർട്ട്ണർ കൊടുക്കുന്ന പേയ്മെന്റ് ആണല്ലോ പ്രീമിയം. അപ്പോൾ ഇത് പ്രീമിയം കൊടുക്കേണ്ടത് ആർക്കാണ്? നഷ്ടം വന്ന പാർട്ട്ണർക്കാണ്. അപ്പോൾ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ്, when the new partner is not able to bring his share of goodwill, his account will be, ഒരു ന്യൂ പാർട്ട്ണർക്ക് ഗുഡ്വില്ലിന്റെ തുക കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യും? നമ്മളിവിടെ കണ്ടല്ലോ, അതിന്റെ എൻട്രിയാണ് ഈ കാണുന്നത്. ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കും. അപ്പോൾ ന്യൂ പാർട്ട്ണറുടെ അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ആഫ്റ്റർ ന്യൂ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആസ് റെക്കോർഡഡ് അറ്റ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം ആഫ്റ്റർ ന്യൂ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, പുതിയ എഗ്രിമെന്റ് എഴുതിയതിന് ശേഷം. പുതിയ എഗ്രിമെന്റ് എഴുതിയതിന് ശേഷം എന്ന് പറയുമ്പോൾ അഡ്മിഷൻ നടന്നതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാണ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ് അറ്റ്, അസറ്റുകളും ലയബിലിറ്റികളും റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിൽ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അസറ്റ് ലയബിലിറ്റി എങ്ങനെ എഴുതിയുന്നത്? കൂടിയതൊക്കെ കൂട്ടി എഴുതി, കുറഞ്ഞതൊക്കെ കുറച്ച് എഴുതി. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? റീവാല്യൂ ചെയ്ത എമൗണ്ട് കൂടിയതാണെങ്കിൽ കൂടിയും കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞതും. അപ്പോൾ റീവാല്യൂ ചെയ്ത ഫിഗറുകളാണ് കാണിക്കേണ്ടത്. അപ്പോൾ കാണിക്കേണ്ടത് റീവാല്യൂഡ് ഫിഗറുകളാണ്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, അതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് കാണുന്നുണ്ട്. A and B are partners sharing profit and loss in the ratio 5:3. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3. താഴെ കാണിക്കുക ഓൾഡ് റേഷ്യോ 5:3. സിന്റെ ഷെയർ തന്നിട്ടുണ്ട് 3/10. വാട്ട് ഈസ് എ ന്യൂ റേഷ്യോ ആഫ്റ്റർ സീസ് അഡ്മിഷൻ? സിന്റെ അഡ്മിഷൻ നടന്നതിന് ശേഷമുള്ള ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഓൾഡ് റേഷ്യോ സിന്റെ ഷെയർ മാത്രമാണുള്ളത് നമുക്കറിയാം. ടോട്ടൽ പ്രോഫിറ്റ് ഒന്നായിട്ട് എടുക്കുക. അങ്ങനെയാവുമ്പോൾ ബാലൻസ് പ്രോഫിറ്റ് 1 - സിന്റെ ഷെയർ 3/10 ഗുണിക്കുമ്പോൾ 10 × 1 10 - 3 ഡിവൈഡഡ് ബൈ 10. 10 നിന്ന് 3 പോയാൽ 7, 7/10. ബാലൻസ് ഉള്ളത് 7/10 ആണ്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? എക്കും ബിക്കും ആണ്. അപ്പോൾ എക്കും ബിക്കും ഇത് വീതിച്ചു കൊടുക്കുകയാണ്. എസ് ഷെയർ 7/10 ഇൻറ്റു എയും ബിയും വീതിക്കൽ ഓൾഡ് റേഷ്യോ പ്രകാരമല്ലേ, ഇൻറ്റു 5/8 ഗുണിക്കുമ്പോൾ 7 × 5 35, 10 × 8 80. നെക്സ്റ്റ് ബിന്റെ ഷെയർ 7/10 ഇൻറ്റു 3/8, 7 × 3 21, 10 × 8 80. സിന്റെ ഷെയർ ഓൾറെഡി തന്നിട്ടുണ്ട് 3/10. ഇതിനെ ഓൾഡ് റേഷ്യോന്റെ ടോട്ടൽ കൊണ്ട് ഗുണിക്കണം എന്നാണ് പഠിച്ചത്. ഓൾഡ് റേഷ്യോന്റെ ടോട്ടൽ 5 3 8 ആണ്. 8/8 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 × 8 24, 10 × 8 80. 80കളൊക്കെ ഡിവൈഡ് ചെയ്ത് പോയി ബാക്കി 35:21:24. അപ്പോൾ കണ്ടുപിടിക്കണം, മനസ്സിലായി? എത്രയോ തവണ നമ്മൾ ആവർത്തിച്ച് ചെയ്തതാണ് ന്യൂ റേഷ്യോന്റെ കാൽക്കുലേഷൻ. ഓൾഡ് റേഷ്യോയും സിന്റെ ഷെയറും മാത്രം തരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾ 19ഉം അതേപോലെ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അതേപോലെ സ്വന്തമായി നോട്ടുണ്ടാക്കിക്കൊണ്ട് ഈ ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് 20ാമത് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് അസറ്റ് ഈസ് കമ്പൾസറി revalued at the time of admission of a new partner. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ഐറ്റങ്ങളൊന്നും പറയാറില്ല അസറ്റുകളെ കുറിച്ചും ലയബിലിറ്റികളെ കുറിച്ചും. അത്തരം അസറ്റുകളൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അതേപടി എടുത്ത് എഴുതാറുണ്ട്. എന്നാൽ
ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു അസറ്റ് കമ്പൾസറി ആയിട്ട് നമ്മൾ റീവാല്യൂ ചെയ്യേണ്ടി വരും. അത് ഏത് അസറ്റാണ്? നിങ്ങൾക്കറിയാം, ഗുഡ്വില്ലാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ഓൾറെഡി എക്സിസ്റ്റഡ് ഗുഡ്വില്ലുണ്ടെങ്കിൽ അത് വേൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്പൾസറി ആയിട്ട് റീവാല്യൂ ചെയ്യേണ്ട അസറ്റാണ് ഗുഡ്വില്ല്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് 21. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഡാഷ്. താഴെ പറയുന്നതിൽ എന്ത് നടന്നാലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാത്തത്? അഡ്മിഷൻ നടന്നാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. പഴയ അഗ്രിമെൻറ്റ് മാറ്റി പുതിയ അഗ്രിമെൻറ്റ് വെക്കേണ്ടി വരും. റിട്ടയർമെൻറ്റ് നടന്നാലും റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. ഡെത്ത് നടന്നാലും റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലവിലുള്ള അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ അഗ്രിമെൻറ്റ് വെച്ച് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയാൽ, ഒരു സ്ഥാപനം അവസാനിപ്പിക്കുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്ഥാപനം അടച്ചുപൂട്ടിയാൽ അവിടെ ബിസിനസ് ഉണ്ടാകുമോ? ഇല്ലല്ലോ. അതോടുകൂടി ബിസിനസ് ക്ലോസ് ചെയ്യില്ലേ. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാത്ത സാഹചര്യമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും എന്ത് നടക്കാറുണ്ട്? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാറുണ്ട്. അപ്പോൾ ആൻസർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ന്യൂ പാർട്ണർ ഈസ് കോൾഡ് ഡാഷ്. ക്യാഷിൻ്റെ രൂപത്തിൽ ന്യൂ പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയത്തിൻ്റെ തുകയെ ഗുഡ്വില്ലിൻ്റെ തുകയെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ന്യൂ പാർട്ണർ ഈസ് കോൾഡ് ഡാഷ്. ഗുഡ്വില്ലിൻ്റെ തുക ക്യാഷ് ആയിട്ട് ന്യൂ പാർട്ണർ കൊണ്ടുവരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ആവർത്തനമായിട്ട് പല ഇയറുകളിലും ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ. വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യനുകളും ബാക്കിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനുകളും മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യനുകളും ഷോർട്ട് ആൻസർ പ്രോബ്ലങ്ങളും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യനുകളാണ് വർഷാവർഷങ്ങളിൽ ആവർത്തിച്ചു വരുന്നത് എന്നത് കൂടി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതോടൊപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനുകൾ കൂടി നിങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കൃത്യമായി ചാപ്റ്റർ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏകദേശം 22ഓളം ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യനുകളും കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും വിലയിരുത്തുകയും അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. അതേപോലെ തന്നെ ഇത്രയും പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിതൊന്ന് എഴുതിയെടുത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചെയ്ത് നോക്കാനും പറഞ്ഞിരുന്നു. അതൊക്കെ ചെയ്ത് വൃത്തിയായി നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ അതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് പേപ്പർ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കുക. ഇതിൽ പറയുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനുകളോ അതേപോലെ തന്നെ ഫൈനൽ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ആൻസറുകൾ കണ്ടുപിടിക്കാനും നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഓൺലൈനായിട്ട് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ആ രൂപത്തിൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്ത് വരിക. അപ്പോൾ ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്തതിനുള്ള ആളുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.